ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ട്രാവൽ വ്ളോഗാണ്. എവറി വെക്കേഷൻ നമ്മൾ ഇതുപോലത്തെ കുട്ടി കുട്ടി ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഇത്തവണത്തെ വെക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു കുട്ടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ടു നെല്ലിയാമ്പതി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫുൾ ഫാമിലി ആയിട്ടാണ്. ഐ മീൻ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും അനിയന്മാരും അവരുടെ ഫാമിലി കുട്ടികൾ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. ഒരു ഫാമിലി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം, ആ ഒരു രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ്. നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഹോൾട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളുടെ ബാക്കി ട്രാവൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മുടെ ഫസ്റ്റ് ഹോൾട്ട് തിരക്കേടില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് ഇനി നേരെ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. റോഡ് സൈഡിലൊക്കെ ശരിക്കും പാലക്കാടിൻ്റെ ആ ഒരു ഭംഗി അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതായത് എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും തന്നെ, ഒരുപാട് പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് ഏരിയ വരുന്നത്. അധികം തിരക്കൊന്നും ഇല്ലാത്ത ടൈമിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് എൻട്രൻസ് പാസ് എടുത്തിട്ട് വേണം ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് പോകാനായിട്ട്. ഉച്ചയ്ക്ക് മുമ്പ് എത്തിയിരുന്നാലും നല്ല വെയിലൊക്കെ ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഒരു ഡാമിൻ്റെ വ്യൂ ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ താഴെയായിട്ട് ഇതുപോലത്തെ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട്. കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഹാറ്റ്, അതുപോലെ ടോയ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഹാറ്റ് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും, കാരണം നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ശരിക്കും നല്ല വെയിലാണ്. പാലക്കാടിൻ്റെ വെയിലിനെ പറ്റിയിട്ട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സോ ഹാറ്റ് എന്തായാലും യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ അംബ്രല്ല ആയാലും മതി, നമുക്ക് വെയിൽ എന്തായാലും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പാണെന്ന് പറഞ്ഞല്ലോ, എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് പാസ് എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ഈ ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്, അതായത് ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കിടിലൻ വ്യൂ ആണ്. ചുറ്റും മലയും പച്ചപ്പും തന്നെയാണ്. ഈ വീഡിയോയിൽ എത്ര ഭംഗിയുണ്ട് കാണാനെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ചെന്ന ഒരു ടൈം അത് നല്ല വെയിലുള്ള സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ടൈം എന്ന് പറയുന്നത് അത് ഈവനിങ് ആയിരിക്കും. ആ ഒരു സമയമാകുമ്പോൾ ഇത്തരം വെയിലും ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ഭംഗി ഒക്കെ നമുക്ക് നന്നായിട്ട് അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. സോ നമ്മൾ അധികം സമയം അവിടെ നിന്നില്ല. നമ്മൾ താഴേക്ക് പോകണം. മാത്രമല്ല നമുക്ക് 3 മണിക്ക് മുമ്പ് നെല്ലിയാമ്പതി എത്തണം. പിന്നെ താഴെയായിട്ട് ഒരു ചെറിയൊരു കഫറ്റീരിയയും കൂടെ ഉണ്ട്. കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കത് കുറച്ച് നന്നായിട്ട് തോന്നി, കാരണം വെയിലും ഒക്കെയുള്ള സമയത്ത് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇവിടുന്ന് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രി പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. ഒരു ചെറിയ വെഹിക്കിൾ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ഒരു 3 PM മുമ്പ് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടാവണം പാസ് എടുത്തിട്ട്. അതിനുശേഷം അങ്ങോട്ട് എൻട്രി ഇല്ല. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ മങ്കീസിൻ്റെ ട്രൂപ്പുകൾ നിറയുണ്ട്. നമ്മൾ ഒത്തിരി എണ്ണത്തിനെ കണ്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള വ്യൂ പോയിന്റുകൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല, കാരണം നമ്മൾ ഇനി മെയിൻ ഏരിയയിലേക്കാണല്ലോ പോകുന്നത്.
നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഹോളിഡേയ്സ് റിസോർട്ട് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോരുന്ന വഴിയിലൊന്നും വേറൊരു ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്കാണ്. അത് കൈലാസ് റിസോർട്ട്. അവിടെ വുഡ്വിൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡിലും ഒത്തിരി തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും അതുപോലെ ഈ ടോൾ ട്രീ അതൊക്കെ ഓറഞ്ച് മരങ്ങളാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ മൂന്നാറിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി ഒക്കെ എനിക്ക് തോന്നി. ഏതായാലും രണ്ട് സൈഡിലും നിറയെ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അവിടുത്തെ റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ അത്ര മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റോഡുകളോ കോൺക്രീറ്റഡ് ആയിട്ടുള്ള റോഡുകളോ ഒന്നുമല്ല. കുറേയൊക്കെ മഡ് റോഡിലൂടെയാണ് നമ്മളുടെ ഒരു റിസോർട്ടിലേക്കുള്ള വഴി. അപ്പം അതൊക്കെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എപ്പോഴും ഇതുപോലെ മഡ് റോഡിലൂടെ ഒന്നും അങ്ങനെ ട്രാവൽ ചെയ്യുന്നതില്ലല്ലോ. ഒരു മിനി ട്രക്കിംഗ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കുറേ ദൂരം. ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചൊരു എഫേർട്ട് എടുത്ത് ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇതേപോലത്തെ റോഡിലൂടെ ഇത്രയും എന്താ പറയുക മഡ് റോഡിലൂടെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇല്ലാത്ത റോഡിലൂടെയൊക്കെ അങ്ങനെ അധികം നമ്മൾ പോയിട്ടില്ല. അതായത് അൺഈവൻ ആയിട്ടുള്ള റോഡ് അതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് അധികം ചെയ്യാറില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് താറൊക്കെ പോലത്തെ ജീപ്പ് അങ്ങനത്തെ വാഹനങ്ങൾ അല്ലെങ്കിൽ SUV വണ്ടികൾ അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുക. ഇവിടെ നമ്മൾ നോർമൽ വെഹിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എല്ലാത്തരം വണ്ടികളും അവിടേക്ക് പോകും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ കുറച്ചൊരു ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യും, കുറച്ച് എഫേർട്ട് ഇടുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ ആ മഡ് റോഡിലൂടെ കുറച്ചങ്ങ് ട്രാവൽ ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി, കൈലാസ് റിസോർട്ട്. അതിനകത്ത് കൈലാസ് എസ്റ്റേറ്റിലുള്ള ഒരു റിസോർട്ടാണ്. വുഡ്വിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ചുറ്റും ഇതേപോലുള്ള മരങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിൽ. നമുക്ക് ശരിക്കും ഒരു കാടിൻ്റെ നടുക്ക് വന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുക. ഈ ഒരു വുഡ്വിൽ എന്ന് പറയുന്ന നമ്മളുടെ വില്ല ഇതാണ്. ഇതിനകത്ത് 3 ബെഡ്റൂമും ഒരു ലിവിങ്, പിന്നെ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. ഒരു പ്രൈവറ്റ് പൂളും ആണ് ഉള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അതായത് എല്ലാ റൂമുകളും ഒരേ വലിപ്പത്തിലുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള, എല്ലാ അമ്യൂണിറ്റീസും വെച്ചിട്ടുള്ള വളരെ ക്ലീനും നീറ്റും ആയിട്ടുള്ള ഒരു വില്ലയായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഫുള്ള് ഗ്ലാസ് ഡോറും വിൻഡോസും ഒക്കെയുള്ള നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം. ബാൽക്കണി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ റൂംസിനും 3 റൂമിനും ബാൽക്കണി ഉണ്ട്. ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. എല്ലാ റൂമിനും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെയാണ് നമ്മളുടെ ഒരു കോമൺ സ്പേസ് എന്നൊക്കെ പറയുന്നത്, ലിവിങ് ഏരിയ. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും സെയിം പോലെയൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഗ്ലാസ് ഡോർസും വിൻഡോസും അതേപോലെ ബാൽക്കണിയും ഒക്കെ സെയിം തന്നെ. നമ്മുടെ കോമൺ സ്പേസിൽ ഒരു TV വെച്ചിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് പൂള് വരുന്നത്. ആ ഒരു ഏരിയ ശരിക്കും ഒരു പ്രത്യേക ഫീൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. ഒരു ഈവനിങ് ടൈമാണ് ഇപ്പോൾ ഈ സമയത്ത് കാണാൻ. ഓരോ സമയത്തും ഓരോ ഫീലാണ്. മോർണിംഗിൽ അതിന് വേറൊരു തന്നെ ഭംഗിയാണ്.
പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോഫി ടൈം ഒക്കെ ആയപ്പോൾ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് തന്നെ ട്രക്കിങ്ങും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ പോകുന്നില്ല, ബിക്കോസ് നമ്മുടെ കൂടെ അച്ഛനും അമ്മയും പിന്നെ ചെറിയ ബേബിയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് പോകേണ്ടി വരും. സോ നമ്മളത് പോകണ്ടെന്ന് വെച്ചു. ബട്ട് നെല്ലിയാമ്പതിയിലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ട്രക്കിംഗ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രക്കിങ്ങിന് പോകണം. നമ്മൾ തൽക്കാലം ഈ റിസോർട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എല്ലാവരും കൂടെ ഇവിടെ തന്നെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കുട്ടികളായിട്ട് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാൻ. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഈ ഒരു പൂൾ ടൈം എൻജോയ് ചെയ്യാനാണ്. പിള്ളേർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഈ പൂളിൽ ഇറങ്ങി ഉള്ള ഈ ഒരു ടൈമാണ്. എല്ലാവരും ഈ പൂളിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആൾക്കാരും, അതായത് ഹസ്ബൻഡും അനിയന്മാരും, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആൾക്കാർ. നൈറ്റിലൊരു വ്യൂ ഇതാണ്. കുറേ എന്തൊക്കെയോ ശബ്ദങ്ങളും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. പിന്നെ ഡിന്നറിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ അവരുടെ അടുത്ത് പറയണം. മുൻകൂട്ടി നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട മെനു അവരുടെ അടുത്ത് പറയണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്ത് തരിക. നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ പറയുന്നതനുസരിച്ചിട്ടാണ് അവരത് മേക്ക് ചെയ്ത് തരിക. ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം കുട്ടി കുട്ടി ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. വെറുതെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ കുറേ കിളികളുടെ സൗണ്ടിലേക്കാണ്. അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും കിളികളുടെ സൗണ്ടാണ് നമ്മൾ രാവിലെ കേൾക്കുക. ഇത്രയും കിളികളുടെ സൗണ്ടിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരിക, നമ്മളുടെ മോർണിംഗ് അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുക, അതൊക്കെ ശരിക്കും നമ്മളൊരു ഗിഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ്. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ കേൾക്കുന്നത് ഇതേപോലെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും മ്യൂസിക്കൊക്കെയാണ്. അതായത് കിളികളുടെ സൗണ്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന അരുവി, അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മ്യൂസിക്കുകൾ കേൾക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയലായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു രാവിലെ ഈ പറഞ്ഞ സൗണ്ടുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ശരിക്കും എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീല് തന്നെ അവിടെ നിന്ന് കിട്ടി. ഇതൊക്കെ കൂടാതെ നമ്മൾ ഒത്തിരി അനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ലാങ്കൂർ ഉണ്ടായിരുന്നു, സിംഹവാലക്കുരങ്ങ്, പിന്നെ കുറേ മലയണ്ണാൻ, അതൊക്കെ നിറയെ ഉണ്ട് അവിടെ. സോ ഞാനതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് ഇങ്ങനെ അതിലൂടെ ഒരു മോർണിംഗ് വാക്കൊക്കെ നടത്തി.
അങ്ങനെ ചെറിയൊരു മോർണിംഗ് വാക്കിന് ശേഷം നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ കോംപ്ലിമെൻ്ററി ആണ്, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി നമ്മൾ റിട്ടേൺ പോവുകയാണ്. സോ ഫൈനലി നമ്മൾ തിരിച്ചു പോവാണ്. ഒരു ദിവസത്തെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ അവസാനിച്ചു. ശരിക്കും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. എല്ലാവരും കൂടെയുള്ള ക്വാളിറ്റി ടൈം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. See you in the next video. Bye.